Question number 3. When discovering the presence of a prolapsed cord, the nurse anticipates that the client delivery will be via cesarean birth, induced oxytocin, a low force of vaginal birth, postponed as long as possible. ക്ലയൻറ്റിന് പ്രൊലാപ്സ്ഡ് കോഡാണ്. അപ്പോൾ ഏത് ടൈപ്പ് ഡെലിവറി അക്സെപ്റ്റ് ചെയ്യാമെന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓപ്ഷൻ തന്നിരിക്കുന്നത് സിസേറിയൻ ബർത്തിലൂടെ, രണ്ടാമത്തെ ഓപ്ഷൻ ഓക്സിറ്റോക്സിൻ ഇൻഡ്യൂസ് ചെയ്തിട്ട്, മൂന്നാമത്തെ ഓപ്ഷൻ ലോ ഫോഴ്സസ് ഉപയോഗിച്ച് വജൈനൽ ബർത്തിലൂടെ, നാലാമത്തെ ഓപ്ഷൻ ഡെലിവറി പോസ്റ്റ്പോൺ ചെയ്യണം. ആൻസർ ഓപ്ഷൻ 1 വയാ സിസേറിയൻ ബർത്ത്. ഇമ്മീഡിയറ്റ് ഡെലിവറി ഈസ് നെസസറി ടു പ്രിവെൻറ്റ് ഫീറ്റൽ ഹൈപ്പോക്സിയ ആൻഡ് ഡെത്ത്. ആൻസർ എന്ന് പറയുന്നത് വയാ സിസേറിയൻ ബർത്താണ്. ഇമ്മീഡിയറ്റ് ഡെലിവറി ഈസ് നെസസറി ടു പ്രിവെൻറ്റ് ഫീറ്റൽ ഹൈപ്പോക്സിയ ആൻഡ് ഡെത്ത്. ഫീറ്റൽ ഹൈപ്പോക്സിയയും ഡെത്തും പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇമ്മീഡിയറ്റ് ഡെലിവറി നടത്തണം പ്രൊലാപ്സ്ഡ് കോഡ് വരുന്ന കണ്ടീഷൻസിൽ. അംബിലിക്കൽ കോഡ് പ്രൊലാപ്സ് ഈസ് ആൻ അൺകോമൺ ബട്ട് പൊട്ടൻഷ്യലി ഫേറ്റൽ ഒബ്സ്ട്രറ്റിക് എമർജൻസി. അംബിലിക്കൽ കോഡ് പ്രൊലാപ്സ് എന്ന് പറയുന്നൊരു പൊട്ടൻഷ്യലി ഫേറ്റൽ ഒബ്സ്ട്രറ്റിക് എമർജൻസി കണ്ടീഷനാണ്. വെൻ ദിസ് ഒക്കേഴ്സ് ഡ്യൂറിങ് ലേബർ ഓർ ഡെലിവറി ടൈമിലാണ് ഇത് ഉണ്ടാകുന്നത്. ദ പ്രൊലാപ്സ്ഡ് കോഡ് ഈസ് കംപ്രസ്ഡ് ബിറ്റ്വീൻ ദ ഫീറ്റൽ പ്രസൻറ്റിംഗ് പാർട്ട് ആൻഡ് സെർവിക്സ്. സെർവിക്സിനും ഫീറ്റൽ പ്രസൻറ്റിംഗ് പാർട്ടിനും ഇടയിലായിട്ട് ഈ കോഡ് കംപ്രസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. ദിസ് ക്യാൻ റിസൾട്ട് ഇൻ ലോസ് ഓഫ് ഓക്സിജൻ ടു ദ ഫീറ്റസ് ആൻഡ് മേ ഈവൻ റിസൾട്ട് ഇൻ സ്റ്റിൽ ബർത്ത്. ഇത് കാരണം ഫീറ്റസിന് ഓക്സിജൻ്റെ അളവ് കുറയുകയും അതിലൂടെ സ്റ്റിൽ ബർത്തിന് കാരണമാവുകയും ചെയ്യുന്നു. അംബിലിക്കൽ കോഡ് പ്രൊലാപ്സ് ഒക്കേഴ്സ് വെൻ ദ അംബിലിക്കൽ കോഡ് ഡ്രോപ്സ് ത്രൂ ദ സെർവിക്സ് ഇൻ ടു ദ വജൈന അഹെഡ് ഓഫ് ദ ബോഡി. പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ പ്രൊലാപ്സ്ഡ് അംബിലിക്കൽ കോഡ് സെർവിക്സിലോട്ട് ഡെലിവറി ടൈമിൽ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പ്രസൻറ്റിംഗ് പാർട്ടിനും സെർവിക്സിനിടയിൽ ഈ അംബിലിക്കൽ കോഡ് കംപ്രസ്ഡ് ആവുന്നു. ഇത് കാരണം കുഞ്ഞിന് ഓക്സിജൻ്റെ അളവ് കുറയുകയും ഫീറ്റൽ ഹൈപ്പോക്സിയ ഉണ്ടായിട്ട് അതിലൂടെ ഡെത്തിലേക്ക് വരെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഇതൊരു എമർജൻസി കണ്ടീഷനാണ്. അതുകൊണ്ട് നമ്മൾ സിസേറിയൻ സെക്ഷനിലൂടെ എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ പുറത്തെടുക്കുകയാണ് വേണ്ടത്.